പഞ്ചാബിന്റെ കുതിപ്പിന് കടിഞ്ഞാണിട്ട് രാജസ്ഥാൻ റോയൽസ്. പ്രഭ് സിമ്രന്റെയും മാർക്കസ് സ്റ്റോയിനസിന്റെയും ഒരു കിഡിലൻ ഇന്നിങ്സും ഉണ്ട്. 222 റൺസാണ് പഞ്ചാബ് നേടുന്നത്. ആക്ച്വലി ഒരു 200 റണ്ണിന്റെ അടുത്ത് വരെ സ്കോർ വരുമായിരുന്നുള്ളൂ. മാർക്കസ് സ്റ്റോയിനസിന് എന്താ പറ്റിയെന്ന് അറിയില്ല. ഇന്ന് പുള്ളി ഒരു ഫോമിലേക്ക് വന്നു. അയാളും കൂടി ഇനി അടിക്കാത്തുണ്ടായിരുന്നുള്ളൂ ആ ടീമിൽ. സെറ്റായി ഓവർ ഓർഡറും കൂടി. പക്ഷേ രാജസ്ഥാൻ റോയൽസിന്റെ ഓപ്പണിംഗ് കൂട്ടുകെട്ട് പഞ്ചാബിന്റെ ശുഭപ്രതീക്ഷകളെ തല്ലി ഉടച്ചു. സൂര്യവംശം ഔട്ടായ ശേഷം ജയ്സ്വാൾ കണ്ടിന്യൂ ചെയ്തു. ജുറലിന് വലിയ തിളങ്ങാൻ പറ്റിയില്ല. പരാഗ് പിന്നെ എന്തൊക്കെയൊക്കെയോ കാണിച്ചു. പക്ഷെ അധികം ബോളൊന്നും പുള്ളി വേസ്റ്റ് ആക്കിയില്ല കേട്ടോ. 129 റൺസ് അടിച്ചു. ഞാനിങ്ങനെ പറയാറുണ്ട്, ലോവർ ഓർഡർ കളിച്ചില്ലെങ്കിൽ രാജസ്ഥാന് ജയിക്കാൻ പറ്റില്ല എന്നൊക്കെ. ഇന്ന് അത് തിരുത്തി കുറിച്ചു. ലോവർ ഓർഡറിൽ ഇറങ്ങിയ ഫെരേരിയ ആൻഡ് ശുഭം ദൂബെ അടിയിച്ച് പൊളിച്ച് കളിച്ച് കളി അങ്ങ് ജയിപ്പിച്ചു. ഫെരേരിയുടെ 52 റൺസ് ഭയങ്കര ക്രൂഷ്യലായിരുന്നു. കാരണം 4 വിക്കറ്റ് പോയ ശേഷം നമ്മൾ വിചാരിച്ചു പഞ്ചാബ് എങ്ങനെയെങ്കിലൊക്കെ ജയിക്കുമെന്ന്. കാരണം അവരുടെ ഒരു ബോളിംഗ് അറ്റാക്ക് അത്രയും സ്ട്രോങ് ആണ്. പക്ഷെ ഒരു ഘട്ടത്തിൽ പോലും മാച്ച് പഞ്ചാബിന്റെ സൈഡിലേക്ക് പോകാൻ രാജസ്ഥാൻ സമ്മതിച്ചില്ല. നല്ലൊരു വിജയം. രാജസ്ഥാൻ റോയൽസ് ബാക്ക് ഇൻ ടു ദ ഗെയിം. പഞ്ചാബിന് ആദ്യത്തെ തോൽവി.